പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ ഗ്രൂപ്പിലും ഒരുപാട് മലപ്പുറംകാരുണ്ടാവും. പ്രത്യേകിച്ച് തിരൂരൊക്കെയുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ടാവും. ഈ ഫുട്ബോളിൻ്റെ മക്കാന്നും ഫുട്ബോളിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവും ഫുട്ബോൾ ഞങ്ങളെ എന്തെയോ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ഊറ്റം കൊള്ളുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. മലപ്പുറം എന്ന് പറഞ്ഞാൽ അതാണ്, മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നാണൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യും. ഒരല്പം ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ പറയാനും മേന്മാടിക്കാനും മാത്രം പഠിച്ചാൽ പോരാ. കുറേ ആൾക്കാരുണ്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തു വെച്ചതിൻ്റെ മണ്ടേ കയറി നിന്നിട്ട് ഇതൊക്കെ ഞങ്ങളതാന്ന് പറയുന്ന എട്ടുകാലും മൊമ്മൂഞ്ഞുമാർ. സർക്കാർ ചിലവിൽ കോടികൾ ചിലവാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പിന്നെ ഒരു മൈതാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഈ തിരൂർ ഭാഗത്തൊക്കെ നട്ടെല്ലിന് ബലമുള്ള ആൺകുട്ടികൾ ആരും ഇല്ലേ? ബാക്കിയുള്ള ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനൊക്കെ വെറുതെ ഒരു കാര്യമില്ലാണ്ട് സമരം നടത്തുന്ന ആൾക്കാരാണല്ലോ. ഒരു അക്ഷരം ഉരിയാടാൻ പറ്റാത്ത വലിയ ഫുട്ബോളിൻ്റെ മക്കയെന്ന് വരുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ലഹള ഇളക്കുന്ന ആണല്ലോ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് വെട്ടുകിളി കൂട്ടം പോലെ വരും. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ലാത്ത കുറേ ആൾക്കൂട്ടങ്ങൾ, അതിനേക്കാൾ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. കളിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, കളി പഠിപ്പിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ടാവണം. ആ സ്ഥലങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേ അതിനെതിരെ പ്രതികരിക്കണം. അല്ലാണ്ട് കൊടീൻ്റെ നിറം നോക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പോയി ചുരുണ്ട് കൂടി നിന്നാൽ പോരാ. കുറേ ആൾക്കാരുണ്ട് മലപ്പുറംകാർ, ഭയങ്കര ഡയലോഗായിരിക്കും. വർത്തമാനം കേട്ടാൽ വിചാരിക്കും ഫുട്ബോൾ കണ്ടുപിടിച്ചത് മലപ്പുറംകാരാണ്. എന്തെങ്കിലും ഒന്ന് നിലനിർത്താൻ അവരെ കൊണ്ട് പറ്റുമോ? ഒന്നിട്ട് പറ്റിയില്ല. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇത്രയും നല്ലൊരു സ്റ്റേഡിയവും ഇത്രയും നല്ല ഒരു ട്രാക്കും ഇതൊക്കെ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത നാട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും അർഹിക്കുന്നില്ല. നിങ്ങൾ വായ കൊണ്ട് പറയുന്നത് മാത്രമേ അർഹിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആയിപ്പോവില്ലല്ലോ.